Okay. So, electrical energy is the most versatile, most useful and used one form of energy. നമ്മള് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. സൺലൈറ്റിന്റെ ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ സോളാർ എനർജി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് whenever an electrical current flows through a conductor, some of it gets converted into heat energy. Anyway, Shafikutti, എന്തുണ്ട് സുഖാണോ? വന്നേ കാണട്ടെ, കുറച്ച് വിടാറായിനെ. ഷഫി സുഖാണോ? എന്താ ഇവന് അടുക്കി പിടിക്കൊക്കെ ചെയ്യോ? അടുക്കി പിടിക്കൊക്കെ ചെയ്യോ ഷോണ? ഇല്ലേ, പാവാണോ? അയ്യോ, ഷോണിന്റെ മുഖം നോക്കിക്കേ ഇപ്പൊ. ഓക്കെ ഓക്കെ, ശരി ശരി, നമുക്ക് ക്ലാസ്സിലേക്ക്. So, whenever electric current flows through a conductor, some of it gets converted into heat energy. Here, one example തന്നിട്ടുണ്ട്, നോക്കുക. അതായത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി 2, make an electric circuit as shown in figure 17.6. അത് നമ്മൾ 17.6 എന്ന് പറയുന്നത് നമുക്ക് പേജ് 203 ഫസ്റ്റ് സെക്ഷനിലെ താഴത്തെ പിക്ചറാണ്. 203 ഫസ്റ്റ് സെക്ഷനിൽ താഴത്തെ പിക്ചർ ആണ് തന്നിരിക്കുന്നത്. സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം കൺസിസ്റ്റിംഗ് ഓഫ് ബാറ്ററി, എ സ്വിച്ച് ആൻഡ് എ ലാമ്പ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതായത് സ്വിച്ച് ഓഫ് ആണ് അല്ലെ. അതായത് പേജ് 203 ഈ പിക്ചറിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് സ്വിച്ച് ഈസ് ഓഫ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ഹിയർ. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് വേ നിങ്ങളോട് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. സോ മേക്ക് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ 17.6. Keeping the switch in the off position. Switch should be in off position. Touch the bulb to see how warm it is. So it should be connected with a bulb and touch and see the bulb. How it will be? എത്ര സമയം കഴിഞ്ഞാലും ആ ബൾബ് എങ്ങനെയായിരിക്കും ഷോണേ? ചൂടായിരിക്കും. ഹീറ്റായിരിക്കോ? അതെ. ഷോണിന്റെ അഭിപ്രായം എന്താണ്? കുറച്ച് കഴിയുമ്പോഴത്തേനും ചൂടാകും നിങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ അഭിപ്രായം ചൂട് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു അത് ചൂടാവത്തേ ഇല്ല. ഓപ്പല്ലേ? ഇത് ഓഫല്ലേ? കണക്റ്റഡ് ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ്. സോ നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ നോക്കിയാലും ആ ബൾബ് അങ്ങനെ തണുത്ത് തന്നെ ഇരിക്കും. ഇറ്റ് വിൽ നോട്ട് ബിക്കം ഹോട്ട്. ബട്ട് when you connect it or when you on, when you keep it in on position, what happens? Now press the switch to the on position. Touch the bulb after few seconds. What do you feel? You will feel like a hot. ഇപ്പൊ നിങ്ങൾ തൊട്ട് ഓൺ പൊസിഷനിലാക്കി അത് കഴിയുമ്പോൾ ചൂടാകും. ഓയവൻ അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ്. Why do you think the bulb become warmer? എന്തുകൊണ്ടാണ് ചൂടായത്? Because the electricity will help to become hotter. Then it's a heat energy ആയിട്ട് മാറും. Get a piece of nichrome wire from an electrical repair shop. ഒരു ഇലക്ട്രിക്കൽ റിപ്പയർ ഷോപ്പിൽ പോയിട്ട് നിക്രോം വയർ എന്ന് പറയുന്ന സാധനം മേടിച്ചിട്ടുണ്ട്. ഒരു വയർ, അതായത് നമുക്കിപ്പോ തടുത്ത് ഇതിലേക്ക് തന്നിരിക്കുന്നതാണ് നിക്രോം വയർ. അത് നമ്മുടെ കോപ്പർ വയർ പോലത്തെ സാധനമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ കോപ്പർ വയർ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ? കോപ്പർ വയർ ഇതുപോലത്തെ സാധനമാണ്. ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നിക്രോം. And
This wire is used in electric irons. Set up the circuit shown in figure 17.8. ഇനിയിപ്പോ നമ്മൾ 17.8 പോലെ സർക്യൂട്ട് ആക്കുക, ഇലക്ട്രിക് സർക്യൂട്ട് ആക്കുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? How is the switch now? Data, how is the switch in figure 17.8? In which position is it? മിസ് പറയുന്ന പകുതിയും ക്ലിയർ അല്ല, അവിടെ ഗിരിഗിരി സൗണ്ടാ. ഗിരിഗിരി നിനക്ക് ഗിരിഗിരി മാത്രമല്ല, എനിക്ക് കറകറ സൗണ്ടാ. ഇപ്പം പോയി. തുടങ്ങി വീണ്ടും. ഒന്ന് ശ്വാസം വിടാൻ മനുഷ്യൻ. ഓക്കെ, figure 17.8 you see? മിസ് 8 ആണോ 18 ആണോ മിസ്? How is the switch there? Off. In off position, isn't it? Okay. So keep the switch in the off position. Touch the wire to see how warm it is. ഇനി അതിന്റെ വയർ തൊട്ട് നോക്കുക, ബൾബല്ല വയർ തൊട്ട് നോക്കുക. എങ്ങനെയായിരിക്കും വയർ? It will be in cool position, coolly, because no current is passed. It is on off position. And now you have to keep the switch in on position. When you keep it in on position and after some time if you touch the wire, what will happen for that wire? It will become warmer. Adu warmer agum, adu choodagan thodangum. Okay. Now press the switch to the on position, touch the wire very lightly. After a few seconds, ingane ponnu mukkiyonnu pidikkenna, nalla choodu varum. Padiye onnu thottu nokka. What do you find? Has the wire become hot? Why do you think the wire become hot? Because heat energy is produced. The two activities show that when a current flows in a wire, some of the electrical energy gets converted to heat energy. അതിലുള്ള ഇലക്ട്രിക് എനർജിയിൽ കുറച്ചു ഭാഗം ഹീറ്റ് എനർജി ആയിട്ട് മാറിയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് when mixie works, after some time if you touch the mixie you will feel little hotter. If you touch the TV, after some time when the TV is on, you will feel like hotter. അതിലുള്ള ഇലക്ട്രിക് എനർജിയിൽ ലിറ്റിൽ പാർട്ട്, കുറച്ചു ഭാഗം ഹീറ്റ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഫ്രിഡ്ജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഫ്രിഡ്ജിന്റെ ബാക്കില് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടുവരുന്നത് ഇങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴേ നമുക്കറിയാം ചൂടുണ്ടാകുന്നു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ലാപ്ടോപ്പിന്റെ അടുത്ത് എന്റെ കൈ എത്തുമ്പോഴേക്കും എനിക്ക് ഒരു ചൂട് അനുഭവപ്പെടുന്നു. സോ അതിന് ഈ ലാപ്ടോപ്പിലേക്ക് വരുന്ന കറണ്ട് എനർജിയിൽ ഒരു പാർട്ട് ഹീറ്റ് എനർജി ആയിട്ട് മാറും. The two activities show that when a current flows in wire, some of the electrical energy gets converted to heat energy. This is the heating effect of the electric current. The greater the resistance offered by the wires to flow of current, the greater would be the heat energy, heat generated. Okay. The greater resistance offered by the wire to flow of current, the greater would be the heat energy generated. അപ്പം ഓരോ വയറിനകത്ത് ഈ പറഞ്ഞ കോപ്പർ വയർ, നമ്മുടെ എന്താ പറയണ്ടേ, ഈ കോപ്പർ വയറില്ലേ, ഇനി എല്ലാ ഇതിലും ഇതേ വലിപ്പത്തിലുള്ള വയറല്ല ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ സൈസിനേക്കാൾ വലിയ സൈസിലുള്ള വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ വീട്ടില് ഫ്രിഡ്ജിന്റെ ഒക്കെ വയർ നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ടുള്ളതാണ്, കാരണം അതിന് കുറെ പവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ വീട്ടിലെ ഡു യു ഹാവ് ഇൻഡക്ഷൻ കുക്കർ? ഇൻഡക്ഷൻ കുക്കർ മീൻസ് കറണ്ട് സ്റ്റൗ. കറണ്ട് അടുപ്പുണ്ടോ? ഇല്ല. ഇൻഡക്ഷൻ കുക്കർ നോ. നമ്മുടെ വീട്ടിൽ സാധാരണ വയറിങ് ചെയ്തിട്ടാണ് ആ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കറണ്ട് മൊത്തം അടിച്ചു പോകും. Because it needs more capacity. അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ സാധാരണ ഈ വയറിങ്ങിൽ വെച്ച് ചെയ്തിട്ടുള്ള അതാണ് അതിന്റെ വയറിംഗ് എങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേനും അടിച്ചു പോകും. ചിലപ്പോൾ നമ്മുടെ വീട്ടില് അയൺ ബോക്സ് ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഓൺ ആക്കുമ്പോൾ ഒക്കെ കറണ്ട് മൊത്തം അങ്ങ് പോകും. പിന്നെ അത് ഓഫ് ആക്കി മെയിൻ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ
ബിക്കോസ് ഇതിനകത്ത് അത്രയും കറണ്ട് താങ്ങാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ഒരേ ഇതിലല്ല. കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയത് നമ്മൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ 3 ഫേസ് കറണ്ട് വേണം, 2 ഫേസ് കറണ്ട് വേണം. നമ്മുടെ വീട്ടിലേക്കൊക്കെ സിംഗിൾ ഫേസ് കറണ്ട് മതി. ആ സമയം നമ്മുടെ സ്കൂളിനൊക്കെ 3 ഫേസ് വേണം, കാരണം ബിഗ് ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന് കൂടുതൽ കറണ്ട് ആവശ്യമാണ്. ഒറ്റ ഇങ്ങനത്തെ വയറിംഗ് ഒക്കെ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മൊത്തം പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, that is why copper wires which offer very little resistance do not get heated up. So this മിസ് മിണ്ടുമ്പോ തന്നെയാ ചേട്ടൻ ഇടുന്നേ, ഒന്നും ക്ലിയർ അല്ല. ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് ചേട്ടനെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. That is why copper wires which offer very little resistance. This copper wire have very little resistance and do not get heated up. അത് പെട്ടെന്ന് അങ്ങനെ ചൂടാവത്തില്ല. But nichrome and tungsten offer high resistance to the flow of electric current and get heated up. ടങ്സ്റ്റൺ അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നിക്രോം ഒക്കെ അതിന് കൂടുതൽ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെട്ടെന്ന് ചൂടാക്കും. ഈ കോപ്പറിന് വരുന്നേക്കാളും കൂടുതൽ ചൂടാക്കും. Besides the material, the amount of heat generated in a wire also depends upon the length and thickness of the wire. ഞാൻ പറഞ്ഞ പോലെ എല്ലാ വയറിന്റെ നീളവും വീതിയും ഒരുപോലെയല്ല. കൂടുതൽ കപ്പാസിറ്റി വേണ്ടതിന് കൂടുതൽ വലിയ വണ്ണമുള്ള വയറൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ആ രീതി അതിന് നമ്മൾ എത്രത്തോളം കറണ്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആ രീതിയിലുള്ള കപ്പാസിറ്റിയുള്ള വയറും കൂടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. The heating effect of electric current is used in a large number of domestic and industrial appliances. For example, a room heater, electric kettle, geyser, toaster, electric iron, hair dryer, oven, etc. In an electric bulb also, it is the filament that gets so hot due to the electric current flowing through it that it glows and produces light. This is the lighting effect of electricity. So, like heat energy, so many items we are using for heating purposes. Like a heater, room heater, AC heater എന്ന് പറയില്ലേ. ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളില് അവർ നമ്മളിവിടെ നമ്മൾ AC ഉപയോഗിക്കുന്നതിന് പകരം അവിടെ ഹീറ്റ് AC ഉപയോഗിക്കും, ഹീറ്റ് AC. അപ്പൊ അവർക്ക് ചൂടായിരിക്കും, അതായത് ഹോട്ട്. മനസ്സിലായല്ലേ? ഓക്കെ. അതുപോലെ കറണ്ട് സ്റ്റൗവ്, ഈ പിന്നെ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ കോയിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൗവ് ഉണ്ട്. അതിനൊക്കെ ആ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും കറണ്ട് ചൂടായിക്കൊണ്ടിരിക്കും. ടോസ്റ്റർ, ഗൈസർ, കെറ്റില്, അതായത് വെള്ളം ചൂടാക്കുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, അങ്ങനെ. ഇലക്ട്രിക് അയൺ, അതായത് അയൺ ബോക്സ് ഒക്കെ. നെക്സ്റ്റ് ഹെയർ ഡയർ, ഓവൻ, എക്സെട്ര ഉള്ളത്. സോ ഇനി നമുക്കറിയാം ബൾബിന്റെ ഒക്കെ ആണെന്നറിയില്ല, അത് ലൈറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എനർജി അല്ലെ. ആ ലൈറ്റ് എനർജി കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിംഗ് ഇഫക്ട് ഓഫ് എനർജി, ഹീറ്റ് ഇഫക്ട് ആൻഡ് ലൈറ്റ് ഇഫക്ട്. സോ ഇലക്ട്രിക് കറന്റ് വിൽ പ്രൊഡ്യൂസ് ലൈറ്റ് ഇഫക്റ്റും heat effect. Okay. All these appliances have a heating element or filament made of materials such as nichrome or tungsten. So, എല്ലാത്തിലും ഒരു ഫിലമെന്റ് ഉണ്ടാകും. നമ്മൾ ബൾബിൽ കാണുന്ന പോലെ ഒരു ഫിലമെന്റ് എല്ലാത്തിലും ഉണ്ടാക്കാം. അതായത് ലൈറ്റ് എനർജിയിൽ അത് ഒന്നുകിൽ ടങ്സ്റ്റൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിക്രോം ഉപയോഗിച്ചോ ഉള്ള ഒരു ഫിലമെന്റ് ഉണ്ടായിരിക്കും. കാരണം അതിന് റെസിസ്റ്റ് ചെയ്യണം അല്ലെ. For different requirements, wires of different materials and different lengths and thickness are used depending on the amount of heat required to be generated. So, the amount of heat that has to be generated, it will be depend upon the materials that we use. നമുക്കറിയാം ഓരോന്നിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ച്, അതായത് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള സാധനം തന്നെ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, when you were a baby, 1 year, 2 years, 3 years and all, you might have got a small swing or small chairs to sit and all. When you are 1 or 2 years old baby, did you have any small chairs to sit or swings and all, to swing like this way? Did you have? Is there it now? No. Where is it?
Peter, where is it? Where is your small chair? Done. Okay, anyway, leave it. If your brother or sister or cousin is having such a type of small chair or small thing like that way, will you use it now? Peter, will you use it? No. ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. നീ എനിക്ക് 2 വയസ്സുള്ളപ്പോ മേടിച്ച ചെയർ, കസാര, കുഞ്ഞി കസാര, അത് വീട്ടിൽ ഇപ്പൊ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ അതൊക്കെ കയറി ഇരിക്കുവോ? ഇടയ്ക്കൊക്കെ ഇരിക്കുമായിരിക്കും. നീ ആ ക്യാമറ ഒന്ന് ഓടൊക്കെ പേര് നിന്നെ ഒന്ന് കാണട്ടെ. ഞാൻ കുറെ സമയായേ. എന്തുവാണ് അന്ന് ഇരിക്കത്തില്ല. ഞാൻ ബൾബിന്റെ നേരെ നിന്റെ കൈയും കാണുന്നുണ്ട്, ജനലും കാണുന്നുണ്ട്. അത് ജനലാ മിസ്സേ. ആ ജനല് കാണുന്നുണ്ട്, നിന്റെ മുഖം മാത്രം കാണുന്നില്ല. നീ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കൂല്ലേ? ഞാൻ ക്യാമറ തിരിച്ചൊന്നും വെച്ചിട്ടില്ല. ഗ്രേസിന്റെ ഫോണിൽ നിന്ന് കയറാം. അന്നേരം അതിനകത്ത് കാണാതെ ഗ്രേസിന്റെ ഫോണിൽ നിന്ന് കയറുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് അന്ന് 1 വയസ്സും 2 വയസ്സുള്ളപ്പോൾ ചെയറിൽ നമ്മൾ ഇപ്പോൾ കയറി ഇരുന്നാൽ അത് പൊട്ടിപ്പോകും അല്ലേ? കാരണം അന്ന് നമ്മുടെ വെയിറ്റ് എന്തേലും ഉണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ വെയിറ്റ് എന്തേലും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? അതുപോലെ തന്നെ ഈ കറണ്ടിന്റെ ഉപയോഗം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന് എത്രത്തോളം കറണ്ട് വേണോ അതനുസരിച്ച് അതിനകത്ത് ഫിലമെന്റും വയറിനും ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ക്വാളിറ്റി ഡിഫറൻസ് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. The electric fuse is based on the heating effect of current. Heating effect of current is also used in an electric fuse. It is a safety device to prevent the damage to an electric circuit if very high current suddenly passes through it. If sometimes we know that sometimes suddenly a high power current may pass. ചില സമയത്ത് പെട്ടെന്ന് കറണ്ട് വലിയ വോൾട്ടേജ് വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ചില സമയം കേട്ടിട്ടുണ്ടാകും നമ്മുടെ ബൾബൊക്കെ അടിച്ചുപോയി, ഇടിമിന്നലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബൾബൊക്കെ ഇടിച്ചുപോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓണായിട്ട് എടുക്കുന്ന TV ഒക്കെ അടിച്ചുപോയി എന്നൊക്കെ. പെട്ടെന്ന് ഒരു ഹൈ പവറിലുള്ള കറണ്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇപ്പം നമ്മുടെ വീടുകളൊക്കെ വയറിങ് ചെയ്യുമ്പോൾ അതിനൊരു ബ്രേക്കർ ഉണ്ട്. ആ ബ്രേക്കർ തന്നെ താഴ്ന്നു, ഓട്ടോമാറ്റിക്കലി ബ്രേക്കർ തന്നെ താഴും അല്ലെ? പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഫ്യൂസ് വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോണ ഇത് കണ്ടിട്ടുണ്ടോ? ഈ സാധനം ഉണ്ട്, ഊര് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എവിടെയല്ല ഇത്? എവിടെയ സാധനമല്ല? അടുക്കളല്ല, മീറ്ററിന്റെ അവിടെ അല്ലേ? നമ്മുടെ മീറ്ററിന്റെ അവിടെ ആ സാധനം ഇങ്ങനെ ഊരി കഴിഞ്ഞ കറണ്ട് പോകും. ഫ്യൂസ് ഊരിയതാന്ന് പറയല്ലേ? ഓക്കെ, നമ്മള് ചിലപ്പോ മൊത്തം കറണ്ട് ഇല്ല, എന്ത് പറ്റി നമ്മുടെ കറണ്ട് പോയതാന്ന് പറയും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇതുപോലെ വയറുകളുണ്ട്. ആ വയറിൽ ഏതെങ്കിലും ഒരെണ്ണം കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് കപ്പാസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ കട്ടായി പോയിട്ട് കറണ്ട് പോകും. ഫ്യൂസ് കെട്ടാൻ പോയതാന്നൊക്കെ പറയുന്ന കേൾക്കാം. ഫ്യൂസ് വയർ അതിൽ വേറൊരു ഇതുപോലെ കട്ടിയുള്ള വയർ വെച്ച് കെട്ടി കണക്റ്റഡ് ആക്കും. The heating effect of a current is also used as an electric fuse. It is a safety device to prevent damage to an electric circuit if very high current suddenly passes through it. Such a situation can occur when, for example, the positive and negative wires in an electric circuit at home or anywhere also come directly into contact with each other. സോ ഈ ഫ്യൂസ് വെക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് കറണ്ട് വന്ന് നേരെ നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിലേക്ക് വന്നാൽ നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നശിച്ചു പോകും. അതുകൊണ്ട് ഈ ഫ്യൂസ് ഈ വയറ് തടയും. ആൻഡ് sometimes such a situation occur when, for example, the positive and negative wires in an electric circuit at a home or anywhere else come directly into contact with each other. നമുക്കറിയാം, ഈ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കൂടെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വന്നാൽ നമ്മൾ ചിലപ്പോൾ കിട്ടും അത് അടിച്ചുപോയി മൊത്തം പോയി എന്നൊക്കെ പറയുന്നേക്കാം. ചിലപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് മാറിപ്പോയാലും അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ളവർക്കൊന്നും വയറിങ് ശരിക്കും അറിയത്തില്ലെങ്കിൽ നമ്മള് പുറത്ത് നാളെ വിളിച്ചിട്ട് വയറിങ് ചെയ്യിക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ദേ ആർ എഡ്യൂക്കേറ്റഡ് മീൻസ് ദേ ആർ ട്രെയിൻഡ് പീപ്പിൾ. വി മേ നോട്ട് ബി നോയിങ്, നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയത്തുണ്ടാവില്ല.
This is called a short circuit and result in very heavy current to flow through the wires. The wires can get overheated and cause a fire. Many fire accidents occur because of short circuits. നമ്മൾ ചിലപ്പോൾ കെട്ടിടത്തിനൊക്കെ തീ പിടിച്ചു കേട്ടിട്ടുണ്ട്. എന്നിട്ട് പറയും പറഞ്ഞോ. ഇല്ല മിസ്, എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മിസ് വിളിച്ചത്. പിന്നെ കെട്ടിടത്തിനൊക്കെ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന കേൾക്കാം. എങ്ങനെയാണ് തീപിടുത്തം? ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആന്നൊക്കെ പറയും. ഇത് തമ്മിൽ, അതായത് ഇങ്ങനെ രണ്ട് വയർ, അതായത് ഞാൻ പറയാം, ഇതും കൂടെ ഇങ്ങനെ കണക്റ്റഡ് ആയി, ഇതിന്റെ തന്നെ ഈ വയറിന്റെ തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയി. ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആണ് നമ്മൾ അതിലേക്ക് കുത്തുന്നത് അല്ലെ. പക്ഷെ ഇതും കൂടെ കറക്റ്റ് ഇങ്ങനെ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാകും, സ്പാർക്ക് ഒക്കെ ഉണ്ടാകും, തീപിടുത്തം ഉണ്ടാകും. A fuse wire is made up of an alloy or mixture of metal with a low melting point. Okay. The heat produced due to the high current quickly melts a fuse wire and breaks the circuit. So fuse wire is made up of alloy, mixture of metal. ചില മെറ്റലുകൾ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഒരു ഫ്യൂസ് വയർ ഉണ്ടാക്കുന്നത്. ആൻഡ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. അതിന് മെൽറ്റിംഗ് പവർ അത്രയേ ഉള്ളൂ. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ അലിയുന്നത്, ഉരുകുന്നത്. The heat produced due to the high current quickly melts the fuse wire and breaks the circuit. അതായത് ഹൈ പവർ കറണ്ട് പെട്ടെന്ന് പാസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് പൊട്ടി മെൽറ്റ് ആകാൻ സാധ്യത, ഉരുക്കി പിടിക്കാൻ സാധ്യത. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. അത് ഉരുക്കി പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ എന്താ പറയണ്ട, ഞങ്ങളുടെ വീട്ടിലൊരു മോട്ടർ ഉണ്ടായിരുന്നു, ബോർവെല്ലിൽ. അപ്പൊ മോട്ടർ ഓൺ ആക്കിയിട്ട് കൊച്ചു പോയി, അവനവിടെ ചെറുപുഴ എങ്ങാണ്ട് പോയി, അവൻ മറന്നുപോയി. അപ്പൊ മോട്ടർ വെള്ളം, കുഴൽക്കിണറ്റിലെ വെള്ളം വറ്റിപ്പോയിട്ട് അവസാനം ഈ മോട്ടർ കത്തി. അപ്പൊ കത്തുന്ന എങ്ങനെയാണ്? ഡ്രൈ ആയിട്ട് ഈ കറണ്ട് അതില് ഇതായിട്ട്. അപ്പൊ മോട്ടർ പിന്നെ വലിച്ചു പൊക്കി എടുത്തപ്പോൾ അത് അതിന്റെ ആ സാധനമെല്ലാം ഉരുക്കി പിടിച്ചിരിക്കണം. പെട്ടെന്ന് കറണ്ട് ഇങ്ങനെ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉരുക്കി പിടിക്കും, മെൽറ്റ് ചെയ്യും. Thus, the current flow stops and damage is avoided. Thus, a fuse wire prevents damage due to the sudden heavy currents, which may arise due to some defect in the house wiring or in the appliances. If the wiring of the building or house, whatever it may be, house or in shops or anything it may be, if the wiring is not correct, means not clear, like this way, touching contacts will be there, and that's what will happen. Fuse wire prevents like spark and all may come, and it may break out and fire may come. So fuse wire prevents such type of damages. Every circuit in the house must have a fuse. നമ്മുടെ എല്ലാ വീടുകളിലും മെയിൻ സ്വിച്ചിലുണ്ട് അല്ലെ, എല്ലാ വീടുകളിലും ഉണ്ട്. എവറി സർക്യൂട്ട് ഇൻ ദ ഹൗസ് മസ്റ്റ് ഹാവ് ഫ്യൂസ്. ഫിഗർ 17(9) ഇതാണ്. നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ എല്ലാം വീട്ടിലുണ്ട്. ഇത് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങാനും പെട്ടെന്ന് കറണ്ടിന്റെ വോൾട്ടേജ് കൂടിയാൽ എന്ത് സംഭവിക്കും? കത്തിപ്പോകും. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജിന് ഒരു പിന്നെ ഇതുണ്ടോ? മിസ്, ഒരു വെള്ള സാധനമല്ലേ ഇപ്പം ഇപ്പം ഒരു ഇടിയൊക്കെ വെട്ടിയ ഫ്രിഡ്ജ് അടിച്ചു പോകാതെ മറ്റേ സാധനം അടിച്ചു പോകും. ബ്രേക്കർ പോലത്തെ അല്ലേ? അതിന് പറയുന്ന വേറെ വേറെന്തല്ലോ, റിമോട്ട് അല്ല, എന്താ പറയുന്നത്, സ്റ്റെബിലൈസർ. Stabilizer is an instrument that which will maintain the current correctly. Sometimes low voltage ആകാം, sometimes high voltage ആകാം. നോർമൽ സ്റ്റേജിൽ നിന്നും ഹൈ ആകാം, ലോ ആകാം. ഒരു ലൈനൊക്കെ അപ്പൊ നമ്മൾ മോട്ടറൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ കത്തിപ്പോകും. അപ്പൊ സ്റ്റെബിലൈസർ എന്ത് ചെയ്യും? അത് പ്രിവെന്റ് ചെയ്യും. കുറച്ചും കൂടെ നമുക്ക് സ്റ്റോർ ചെയ്ത് കറണ്ട് നമുക്ക് തരും. ഇനി ഹൈ വോൾട്ടേജ് ആയിരുന്നെങ്കിൽ അത് അവിടെ ഇതിന്റെ കൂടുതലാകാതെ അത് അവിടെ തടഞ്ഞു നിർത്തും. അങ്ങനെ. So a fuse wire prevents. Every circuit in the house must have a fuse. Show some common types of fuses in the use. The symbol for the use is also given. ഇവിടെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്, അതായത് 17.9
9 എന്ന ഫിഗറിൽ ഇവിടെ ഒരു സിമ്പിൾ തന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കേ ഇത്. കണ്ടോ? ദാറ്റ് സിമ്പിൾ ഈസ് ഫ്യൂസസ്. ഫ്യൂസിന്റെ സിമ്പിൾ ആണത്. The symbol for the fuse also is shown. A device called a miniature circuit breaker (MCB) is commonly used instead of or in addition to fuse. നമ്മുടെ വീടുകളിലൊക്കെ ഈ പറയുന്ന ബ്രേക്കർ ഉണ്ട്. അതായത് പഴയ കാലത്ത് ആദ്യ കാലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ബ്രേക്കർ ഒന്നും ഇല്ലായിരുന്നു. അന്ന് കറണ്ട് ഒക്കെ ഇങ്ങനെ കോമൺ ആയി വരുന്നല്ലോ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ ഒരു ബ്രേക്കർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം കുത്തി വെക്കും. എന്നിട്ട് ഇടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ താത്തി വെക്കും ബ്രേക്കർ, അല്ലെ? പക്ഷെ ഇപ്പൊ അത് ഓട്ടോമാറ്റിക് ബ്രേക്കർ ആണ്. വോൾട്ടേജ് കൂടുന്നതനുസരിച്ച്. നിന്റെ വീട്ടിലുണ്ടടാ? ക്യാമറയിൽ ഒന്ന് കാണിച്ചേ. യെസ്, ആ സാധനം തുറന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങള് റെഡും ഗ്രീനും ഒക്കെ കളറിൽ കാണും. ഇങ്ങനെ മുകളിലോട്ട് വെച്ച് ഓരോ ഭാഗത്തേക്കുള്ള ഓരോ റൂമിലേക്കുള്ള കറണ്ടിന്റെ കണക്ഷൻസ് ആണ്, അല്ലെ? ഇടിയൊക്കെ വരുന്ന സമയത്ത് പോയിട്ട് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഒന്നിച്ച് ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു റൂമിലെ കറണ്ട് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ അങ്ങനെയും ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ. So a device called a miniature circuit breaker or MCB. MCB means a miniature circuit breaker. Is commonly used instead of or in addition to fuses. It is a switch that automatically stops the current in circuit if the current in it exceeds the specified maximum limit. ആവശ്യത്തിനുള്ള ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് കൂടുതലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ താഴും. Caution: never try to investigate the fuse connected to the electrical supply on your own. ഇതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ഫ്രിഡ്ജിന്റെ പുറകിലൊന്നും പോയി ടീച്ചർ പറഞ്ഞുകൊണ്ട് തൊട്ടൊന്നും നോക്കല്ല. ഇലക്ട്രിക്കൽ you should not do any investigative work there with current. കാരണം you are small children. ചെറിയൊരു പിഴവും മതി നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. One of my friend, means one of my neighbor's husband, he was an engineer. He was doing some work, electrical work, means some welding, something like that. So while he was doing, the current was off, current was gone. So he stopped the work. Then what he did is, since the current was not direct, he collected the wires, he rolled it on his hand. Long wire was there. He just put on his hand and rolled it this way. So while he was rolling this wire, the current came. Some short circuit was there. Suddenly he got shock and he died. കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നതായതുകൊണ്ട് എവിടെയോ ചെറിയ ഷോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഷോക്ക് അടിച്ചപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് തട്ടിക്കളയാൻ പറ്റത്തില്ല. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തട്ടിക്കളഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. നമ്മളൊരു ഉള്ളിനകത്ത് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാലും, അല്ലെങ്കിൽ നമ്മള് ഒരു കോലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും ഇത് ചെയ്യാൻ പറ്റും. ഷോക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ബ്ലഡ് പെട്ടെന്ന് ഇങ്ങോട്ട് ഫ്ലോട്ട് ആയി പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് തട്ടിക്കളയാൻ പറ്റാത്ത. അതുകൊണ്ട് നമ്മള് ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ അങ്ങനെ ഷോർട്ടുള്ള എന്തെങ്കിലും സാധനം തൊട്ട് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ കൈ ഒരിക്കലും തുറന്ന് നമുക്കത് പിടിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പൊ സപ്പോസ് നമ്മളൊരു ഫയർ, ഒരു തീക്കൊള്ളി, ഫയർവുഡിൽ കത്തുന്ന ഒരു ഫയർവുഡിട്ട് അല്ലെങ്കിൽ കൊള്ളുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൊള്ളിയെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് കളയും, അല്ലെ? പക്ഷെ ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു സാധനത്തെ കൈ പിടിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയും നമ്മൾ ഷോക്ക് അടിച്ച് നമ്മൾ അതിങ്ങനെ മുറുക്കെ പിടിക്കത്തേ ഉള്ളൂ. അത് കൈ നമുക്ക് വിടുവിക്കാൻ പറ്റാതെ വരും, നമ്മൾ മരിച്ചു പോകും. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹസ്ബൻഡ് ഡൈഡ് ലൈക്ക് ദാറ്റ് വേ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോഷൻ, നെവർ ട്രൈ ടു ഇൻവെസ്റ്റിഗേറ്റ് the fuse connected to the electrical supply of your own. നമ്മുടെ വീടുകളിലുള്ള ഒരു വസ്തുക്കൾ വെച്ച് നമ്മളിങ്ങനെ ഒരിക്കലും അതെന്താകും അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ഒരു പരീക്ഷണവും നടത്താൻ പാടില്ല. ബിക്കോസ് we will get shocked. Next, magnetic effect. To show the magnetic effect of current, we can perform a simple activity. Keep a compass needle on a table.
as you are aware, it will go into the north-south direction. We know that the compass needle എപ്പോഴും north-south directionലാണ് നിൽക്കുന്നത് അല്ലേ? വടക്ക് നോക്കിയാൽ എപ്പോഴും വടക്ക് തെക്ക് north-south പൊസിഷനിലായിരിക്കും. Lay a copper wire beneath it. Connect to the two ends of the wire to the battery through a switch. What do you notice when you put the switch on? Does the needle get deflected? Switch off the current. What happens now? Okay. In activity 4, if you reverse the direction of current by changing the electric cell connections, the magnetic needle will get deflected in the opposite direction. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോമ്പസ് എടുത്തിട്ട് മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ എടുക്കുക. സാധാരണ നമ്മുടെ വടക്ക് നോക്കി എടുത്തിട്ട് ടേബിൾ വെക്കുക. Then always it will be in the south north position and lay a copper wire beneath it. അതിന്റെ അടിയിൽ ഒരു കോപ്പർ വയർ വെക്കുക. And connected to the two ends of wire to a battery through a switch. ഒരു സ്വിച്ചിലൂടെ കണക്ട് ചെയ്യുക ബാറ്ററി. What do you notice when you put the switch on? Switch on ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നീഡില് ഡിഫ്ലക്റ്റഡ് ആകും. അതായത് കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റഡ് ആകും. If you reverse the direction of current by changing the electric cell connections, the magnetic needle will get deflected in the opposite direction. ഇത് നമ്മൾ കറണ്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആകും. നീഡിലിന്റെ പൊസിഷൻ മാറും. Can you hear? കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് ഉണ്ട്. It's common to the things that you see. So are you ready? Now what is common to an electric bell, this crane lifting iron junk, a maglev train and an MRI machine? That's right. They all work on the magnetic effect of current, or what is called electromagnetism. And that's going to be the topic of this video. We look at the magnetic fields of conductors of different shapes and compare electromagnets and permanent magnets. I'm going to make the concepts really easy for you. And after you watch this video, try solving the quiz and the top 3 questions on this topic. Links are given below the video. I'm sure you're familiar with electricity and what is electric current. You can also watch my video on electricity. Electric current, as we know, is the flow of electric charges. When current is flowing in a wire, the electrons, which are negatively charged particles, are in motion. Electric current has many interesting effects. The compass comes back to its original north-south in the wire, and the compass point of electric current, the magnetic effect of current. So Orsted observed
that when the switch is off, no current flows in the wire and the compass points in the regular north-south direction. So the direction. But when he put the switch to the on position, current flows in the wire and the compass gets deflected from its usual north-south. Okay, switch on ആക്കിയപ്പോ എന്ത് സംഭവിച്ചു? നോർത്ത് സൗത്ത് എന്നുള്ളത് മാറ്റമായി അല്ലേ? നോർത്ത് ഈസ്റ്റ് ആയിട്ട് സൗത്ത് വെസ്റ്റ് ആയി. ഓക്കെ. South direction. And when the switch is off, the compass comes back to its original. Again switch off ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? വീണ്ടും നോർത്ത് സൗത്ത് പൊസിഷൻ. നമുക്കിവിടെ തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ്. ഓക്കെ. Once again. That when the switch is off, no current flows in the wire and the compass points in the regular north-south direction. But when he put the switch to the on position, current flows in the wire and the compass gets deflected from its usual north-south direction. And when the switch is off, the compass comes back to its original north-south position. A magnetic compass is made of a tiny magnet and it can only be deflected by a magnetic field. So Oersted concluded that when the wire carries electric current, it behaves like a magnet. A current carrying wire creates a magnetic field around it. And this is called the magnetic effect of. Okay, ഇതാരാ ലെല്ല? ലെല്ലിയല്ല. ലെല്ലി is joining എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay. If you increase the current flowing in the wire by connecting two cells instead of in the circuit, one in the circuit, you will find that the angle of the deflection increases. ഇപ്പൊ നമ്മൾ കാണിച്ചു കറണ്ട് വന്നപ്പോഴത്തേന് സൂചി നീങ്ങി അല്ലെ, കോമ്പസിന്റെ സൂചി നീങ്ങി. അപ്പൊ നമ്മളതിന്റെ ഫ്ലോ ഓഫ് കറണ്ടിന്റെ കപ്പാസിറ്റി നമ്മൾ കൂടുതലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ കറങ്ങും. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് എന്നുള്ളത് സോറി, അപ്പൊ നമ്മള് നോർത്ത് സൗത്ത് എന്നുള്ളത് ചിലപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടും വരും. ഓക്കെ. We know that a compass needle can be deflected only by a magnet. Therefore, the experiment shows that a current carrying wire acts as a magnet. So, ഒരു കറണ്ട് ഉള്ള വയർ എപ്പോഴും ഒരു മാഗ്നറ്റ് പോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? Okay. We will continue in the next class because time is up. One more class is there in the afternoon. Okay, we will see you then.